Actually, I'm really happy now. You guys did a fantastic job. നമ്മുടെ ഈ ടീമിനെ കൊണ്ട് ഇത്രയും വലിയൊരു ഇവന്റ് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റും നിങ്ങൾ തെളിയിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ടു ദി ഹോൾ ടീം. എല്ലാവരോടും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരിക്കും എന്ന്, അല്ലേ? അടുത്ത വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര തിരക്കായി സാർ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലാത്ത പോലെ. നമുക്ക് എപ്പോഴും വർക്കും ടെൻഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ സമയമുള്ളൂ. അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്കും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? വിശ്രമം കിട്ടിയല്ലേ സാർ, വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പറ്റൂ. സാർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. ആക്ച്വലി എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്താണ്. നിങ്ങളുടെ നല്ല ഐഡിയ ആണെങ്കിൽ ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്, നോ ഇഷ്യൂസ്. സർ, ഒരു ടൂർ വെച്ചാലോ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, ബ്ലാക്ക് തണ്ടർ. മനോജെ, അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ഏജ് യാർ. സാർ, മനോജന്റെ ഇപ്പോഴും സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എങ്കിലേ സാർ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടുത്തെ ഇവന്റ്സ് വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു ടൂർ വെച്ചാലോ? വെരി ഗുഡ് ഐഡിയ. ഒരു കാര്യം ചെയ്യാതെ പോയി വന്നിട്ട് മനോജ് ഒരു വർഷം ശമ്പളം ഇല്ലാണ്ട് ജോലി ചെയ്താൽ മതി. ഐഡിയ ഞാൻ വെല്ലുവിളിച്ചേ. എനി സജഷൻസ്? സാർ, നമുക്ക് വല്ല റിസോർട്ടിലും ചില്ല് ചെയ്യാൻ പോയാലോ? നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ വേറെ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് വേണ്ടേ നമുക്ക്? വേണം. അപ്പം എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്ത പോലെ നമുക്കൊരു ടിക്ടോക്ക് കോമ്പറ്റീഷൻ വെച്ചിട്ട് വിന്നറിന് ഒരു 5,000 rupees ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാർ. അയ്യോ സാർ, ഐഡിയ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ആരുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണാനില്ലല്ലോ. ഒരു കാര്യം കൂടിയുണ്ട്, ടിക്ടോക്ക് വിന്നറിന് ഒരു ആഡ് ഓണും കൂടിയുണ്ട്. ജയിച്ചാൽ അവർക്ക് ഈ മാസം തന്നെ 2 ദിവസം എക്സ്ട്രാ ലീവ് ഉണ്ട്. അതും അവർ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ എടുക്കാം. So all the best. Thank you, sir. നമ്മൾ ജയിക്കണം. ഹലോ, ഇന്നെന്ത് പറ്റി? രാവിലോട്ട് ഇങ്ങനെയാണല്ലോ. ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഏട്ടന് ഭയങ്കര വിഷമായി പോയി കാണും. എടാ, വിഷമാവാൻ വേണ്ടിയില്ല ഇറങ്ങി പോകുന്നത്. അതെ, പക്ഷെ ഞാൻ വിചാരിച്ചത് 2 ദിവസം കഴിയുമ്പോൾ ഏട്ടൻ പറയും മീനു തിരിച്ചു വാ, കുഴപ്പമില്ല, നിനക്ക് അവനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. ഒന്നും ആയില്ല. ചേട്ടനും അനിയത്തിയും രണ്ടുപേരും മൈൻഡ് ഗെയിംസിന്റെ ആൾക്കാരാണല്ലേ. സ്നേഹം കൊണ്ടാവേ. സ്നേഹം കൊണ്ട് ഒന്ന് തോറ്റെടുക്കാൻ മടി അല്ലേ? എന്നെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. സോറി. ഏട്ടൻ എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടാവോ? ഓഫ് കോഴ്സ്, തന്നെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്ന് എപ്പോഴും ആലോചിക്കുന്നുണ്ട്. അത് നിനക്ക് എങ്ങനെയാ അറിയാം? ഇൻസ്റ്റിങ്. എടോ, തന്റെ ചേട്ടന് തന്നെ കുറിച്ച് മാത്രമേ എപ്പോഴും ചിന്തയുള്ളൂ, അതാ മനസ്സിലാക്കണം. എന്നിട്ടാ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാത്തത്? വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്തോണ്ടിരിപ്പുണ്ടാവും. നീ എന്തീ പറയണേട്ട്? എന്ത് പ്ലാൻ ചെയ്യാനാ? തന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ വന്നാൽ താൻ പോവും. അവയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ പോകുന്ന? എടോ, തന്റെ പ്രശ്നം തന്റെ ചേട്ടനെ കാണാൻ പറ്റാത്തതാണ്. ഞാൻ പറയുകയാണെങ്കിൽ തനിക്കൊന്ന് ഏട്ടനെ പോയി കാണാമല്ലോ. എനിക്ക് വയ്യ, എനിക്ക് ഏട്ടനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. താൻ തന്നെ ഏട്ടനെ പോയി കാണണം. വേറെ ആരും വെച്ചാൽ ഇങ്ങനെ പറയില്ല കേട്ടോ. ഐ എം സോ ലക്കി. സോ ലക്കി എന്ന് പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്ക് എത്തിയല്ലോ. 100 ആയുസാണ്. താങ്ക് യു. മീനു വാ, നമുക്ക് ടിക്ടോക്ക് പ്ലാൻ ചെയ്യാം. എന്ത് ടിക്ടോക്ക്? അതുകൊള്ളാം, നമ്മുടെ ഓഫീസിലെല്ലാവരും അതിന്റെ തിരക്കിലല്ലേ. 5ന്റെ പൈസ പൊട്ടിക്കാത്ത ഞങ്ങളുടെ MD 5,000 രൂപ ഗിഫ്റ്റ് ഓഫർ ചെയ്തിരിക്കണേ. പുള്ളിക്കാരന്റെ ഭാര്യയുടെ ഐഡിയ അത്ര. 2 ദിവസത്തെ ലീവും കിട്ടും, അത് നമുക്ക് ഇഷ്ടമുള്ള ദിവസം. വാ. ഞാൻ ഇല്ലടി, എനിക്കൊരു സുഖമില്ല. എനിക്കറിയാം നിനക്ക് മൂഡ് കാണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതൊന്നുമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ചമ്മല. പിന്നെ എനിക്കിതൊക്കെ അറിഞ്ഞിട്ടല്ലേ. അയാളില്ലേ മീനു, ആ ശരത്ത് മനോജൊക്കെ, അവര് നല്ലൊരെണ്ണം പ്ലാൻ ചെയ്തിട്ടുന്ന കേട്ടെ. നമുക്ക് അതിനൊക്കെ നല്ലൊരെണ്ണം ചെയ്യണം. എടാ, നീ അവളെ വിട്. അവിടെ 2 സാറുമാർ ഒരു പണിയില്ലാതിരിപ്പില്ലേ, നീ അവരെപ്പോ വിളിച്ചേ? ഇവളുടെ മൂഡ് ഓക്കെ ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കുന്നു. ലക്കി, എനിക്ക് ഈ മൂഡിൽ നിന്ന് മാറണ്ട. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരുക്കി നമുക്ക് ഏട്ടനെ പറ്റി കുറച്ചു നേരം സംസാരിക്കാം. ഞാനിപ്പോ നല്ല ഹാപ്പി മൂഡില്ല, സെന്റിമെന്റ്സ് ആവാനുള്ള മൂഡില്ലാതാ. സെന്റിമെന്റ്സ് ആവുമ്പോൾ മൂടൊക്കെ വേണം, നമ്മളങ്ങ് സെന്റി ആവുമല്ലേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചിരിക്കേ, ഞാൻ പോയി ഒരു അമേസിംഗ് ടിക്ടോക്ക് പ്ലാൻ ചെയ്യട്ടെ. ഓക്കേ, ബൈ. ഓൾ ദി ബെസ്റ്റ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചില സമയത്ത് തോന്നും ഈ സാധനത്തിന് കുറച്ച് വട്ടുണ്ടോ. ആദ്യം അവളെ പരിചയപ്പെട്ടു എനിക്ക് അങ്ങനെ തോന്നി, പിന്നെ എനിക്ക് മനസ്സിലായി ചില സമയത്ത് മാത്രല്ലെന്ന്. എന്നാലും എന്റെ ഏട്ടൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്താ നിന്റെ തീരുമാനം? എടാ, നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലടാ. നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ചോ. ജോലിക്കൊന്നും ഞാൻ വന്നാൽ ശരിയാവൂല, എന്റെ തല നിറച്ച കഥകളല്ലേ. അതാണ് ഇന്ന് എഴുതിയിട്ട് ശരിയാവുന്നു. ഞാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ നിന്റെ ഡ്രീംസും പാഷനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ അത്യാവശ്യം സർവൈവലാണ്. നീ
അവിടെ പോയി കഴിഞ്ഞാൽ പുതിയ ജോലി, പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ സ്ഥലം, കംപ്ലീറ്റ് നിന്റെ പാഷൻ തകരുന്ന ഉറപ്പാണ്. അങ്ങനെയൊന്നും പാഷൻ പോകില്ല. എടാ നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇങ്ങനൊന്നും ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. അതിനെ ജോലിക്ക് പോകുന്ന DG അല്ല, സാമാണ്. കണ്ട നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? നിനക്ക് ജോലിക്ക് പോകുന്നതിന് നല്ല സങ്കടമുണ്ട്, അതാണ് നിനക്ക് ദേഷ്യം വരുന്നത്. എനിക്ക് ദേഷ്യം സങ്കടമൊന്നും വരുന്നില്ല, നിനക്കാ സങ്കടം വന്നത്. എനിക്കെന്തിന്? ഇവിടെ ഇപ്പോൾ ജോലിക്ക് പോകാത്തത് നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. എനിക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചോദിച്ചാണ്. അല്ല, ജോലിക്ക് പോകാത്തതിന് എനിക്ക് ഒരു സങ്കടവും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും വലുതായില്ലടാ, എനിക്ക് ഇനിയെങ്കിലും ഒരു ജോലിക്ക് പോകൂടെ? എടാ നീ പ്രഷറിന് കീഴടങ്ങി ജോലിക്ക് പോകുന്നു, എന്നെ ഇതിന് കിട്ടില്ല. ഐ എം ബ്ലഡി ഫോക്കസ്ഡ്. എനിക്ക് വേറെ ഒരു ജോലിയുടെ ആവശ്യമില്ല. ശരി, ഓക്കെ, കാണാം. ആർക്കും അവിടെ ജോലി വേണ്ടേ? ഇവനാണ് ജോലിക്ക് പോകാൻ ഭയങ്കര ആർത്തി മുത്തേക്കുന്നത്. സാമിന് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണോ ആൾക്കാർ ജോലിക്ക് പോകുന്നത്? പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം പ്രശ്നങ്ങളൊക്കെ തീർക്കാനല്ലേ പറയാറ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇവനത് ഇപ്പൊ തന്നെ ജോലിക്ക് പോകണം. ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി പറ്റുന്നില്ല. നീയും കൂടെ പറയൂ. അയ്യോ, ഒരാൾ ജോലിക്ക് പോവാൻ നിൽക്കുമ്പോ നീ എന്തിനാ മുടക്കണ്? ഇവന്റെ സ്വപ്നം തകർന്നു പോവില്ലേ? എന്ത് ജോലിക്ക് പോയിരുന്നാണോ സ്വപ്നം? അങ്ങനെയല്ല, ഇവൻ മറ്റേ കോടീശ്വര ബിസിനസ് സ്വപ്നം. അതൊക്കെ ജോലിക്ക് പോയാലും നടക്കൊക്കെ ചെയ്യും. ഇല്ല, അത് തോന്നലാണ്. അല്ല, ഈ സ്വപ്നം കാണാനല്ലേ ഞാൻ തന്നെ ഓഫീസിൽ നിന്ന് എന്തോരം സ്വപ്നങ്ങളെ കാണാറ്. അത് ഈ അവിടെ പണിയെടുക്കാതെ ഉറക്കം നോക്കി സ്വപ്നം കാണുന്നതല്ല, ഇത് സംഭവിപ്പിക്കണ്ടേ? അതെ, എൻ്റെ സ്വപ്നം, എൻ്റെ ജോലി, എൻ്റെ ഇഷ്ടം, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഓക്കെ, അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. വാ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടിക്ടോക്ക് ചെയ്യാം. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, വാ പ്ലാൻ ചെയ്യാം. എനിക്കല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എന്താ ടിക്ടോക്ക് നിന്നെ മാന്തിട്ടായിരുന്ന? കലാവാസനയില്ല, അതല്ലേ കാര്യം. അതെ, എനിക്ക് ഇന്റർവ്യൂവിന് ആളെ സമയമായി. അല്ലെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ പറയായിരുന്നു. ശരി കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ടായി. അപ്പോൾ കലാവാസനയുള്ള മിസ്റ്റർ DIG, സിനിമ വേണോ വേറെ എന്തെങ്കിലും വേണോ, അതോ നിങ്ങളിത് കാണുക പോലത്തെ സാധനം വേണോ? സിനിമ ഏതാനും വേണ്ട, അത് ചിലപ്പോഴേ എനിക്ക് അസൂയ വരും. അപ്പൊ അസൂയൊക്കെയുണ്ടല്ലേ? അസൂയ ആർക്കട ഇല്ലാത്ത ഞാൻ ഈ നിക്കണം ഞാൻ. നീ ഇവരെ ചിരിപ്പിക്കല്ലേ, ചിരിച്ചാ ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാധനം എടുത്താലോ? അത് ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലേ? എന്ത് ധൈര്യമുള്ള അകത്ത് ഇന്റർവ്യൂ കൂടെ എടുത്തിന് ഉറക്കം. ചേട്ടാ ചേട്ടാ, എന്തുറക്കമാണ് അകത്ത് ഇന്റർവ്യൂ അടയ്ക്കാണ്? ഉറങ്ങിയൊന്നുമല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്തതാണ്. എന്തിനാണ്? അത് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിന്നെ പോലെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. ചേട്ടാ, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ കണ്ണടച്ച് ഒന്നും കാണാത്തവരിരുന്ന ടെൻഷൻ മാറും? എന്നെ കണ്ടിട്ട് തോന്നുന്നു. ചേട്ടനെ കണ്ടല്ല ഉറക്കക്ഷീണമുണ്ട്, പക്ഷെ ടെൻഷൻ ഇല്ല കേട്ടാ. അത് ഉറക്കക്ഷീണമല്ല, കൂൾ എക്സ്പ്രഷനാണ്. എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ റിലാക്സ് ആവാൻ? നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കൂടാൻ പറ്റില്ല. ചേട്ടാ അങ്ങനെ പറയല്ല ചേട്ടാ, എൻ്റെ ഹാർട്ട് പട്ടപ്പെട്ടേന്ന് ഇടിക്കാനായിട്ടില്ലേ, ടെൻഷനാണ്, ഒന്ന് പഠിപ്പിച്ചാ പ്ലീസ്. എന്നാ ശരി, ശ്വാസം വലിച്ചു വിടും, എന്നിട്ട് അത് ശ്രദ്ധിക്ക്. ശ്വാസം വലിച്ചു വിട്ട് ശ്രദ്ധിച്ചാൽ ടെൻഷൻ മാറും. എടാ, അതിൻ്റെ ബേസിക് സ്റ്റെപ്പാണ്, വേഗം വലിച്ചു വിടും. ശ്രദ്ധിക്കും. ചേട്ടാ ഇങ്ങനെ ബേസിക്സ് വെച്ചുകൊണ്ടിരിക്കാണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പറ, ഇപ്പോൾ വിളിക്കും. എടാ, ഇതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, എന്നാലേ അതിൻ്റെ ടെൻഷൻ പോവുള്ളൂ. വേഗം വലിച്ചു വിടും. ശ്വാസം വലിക്കുക, വിടുക, വലിക്കുന്നു, വിടുന്നു, വലിക്കുന്നു, വിടുന്നു. ഇനി ഒരു 14 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഇൻ. ഇനി ആ ബ്രീത്ത് ശ്രദ്ധിക്കുക. സന്ദീപ് സത്യം ധ്യാനത്തിലാണ്, നേരത്താണ് വിളിക്കുക. റിലാക്സ്. സോറി. ഇപ്പോൾ എല്ലാവർക്കും ഒരു സുഖം തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർക്ക് ആരെയാണ് വേണ്ടത്, അവർ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ചേട്ടാ. പേടിക്കണ്ട, എല്ലാ കമ്പനിയിലും നിന്നെ പോലെ ഒരാളുണ്ടാവും. നമ്മളെങ്ങനെയാണ് സർ ചിന്തിക്കേണ്ടത്? പറയാം. നമ്മളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ കമ്പനിയുടെ സ്റ്റാഫും അവർ കസ്റ്റമറും ആയിരിക്കും. ഒരു കസ്റ്റമർ സ്റ്റാഫിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും, അതായിരിക്കും അവർ ഇൻ്റർവ്യൂവിൽ നോക്കുക. സൂപ്പർ ഏട്ടാ, തകർത്ത്. എനിക്ക് ഇന്റർവ്യൂ തിരക്കായി. ഞങ്ങൾക്ക് പിന്നില്ലേ ചേട്ടൻ ഇത് അവിടെ നിന്നൊക്കെ പഠിച്ചത്? ഇതില് പാടാണ് അത് പഠിക്കാൻ. എന്താണോ അത്?
സന്ദീപിനെ വിളിക്കാൻ പറഞ്ഞാൽ സന്ദീപിനെയാണ് അകത്തേറ്റി വിടണ്ടേ അത് തനിക്ക് ഇഷ്ടമുള്ള ആളെയാണ് അകത്തേറ്റി വിടണ്ടേ? അല്ല സാറേ, അയാൾ നല്ല അറിവുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് സാറേ. അറിവുള്ള ആളോ? അതാരാ? ദേ ധ്യാനിയാണ് സാറേ, മഹാധ്യാനി. ആണോ? എന്നാ ധ്യാനി തന്നെ ആയിക്കോട്ടെ അടുത്ത്. എന്താ എന്റെ പേര്? സാം. പ്ലീസ് കം. പോയോ ഏട്ടാ, ചേട്ടന് മിനിമം ഒരു മാനേജർ പോസ്റ്റെങ്കിലും കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. എന്ത് മനുഷ്യനാണല്ലേ. നന്നായി വരും.